It's a great privilege to be back. തിരികെ വരുവാൻ ദൈവം തന്നത് വലിയൊരു പദവിയായി ഞാൻ കണക്കാക്കുന്നു. It's good to see all of you today. നിങ്ങളെ ഒന്നുകൂടെ ഇന്ന് കാണുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. I see some of my old friends, and I see lots of new friends. എന്റെ പഴയ സ്നേഹിതരിൽ ചിലരെയും പല പുതിയ സ്നേഹിതരെയും ആളുകളെ ഞാൻ ഇന്ന് കാണുന്നു. So thank you very much. പുതുതായി വന്നവർക്ക് പ്രത്യേകിച്ചും എല്ലാവർക്കും ചേർത്ത് നന്ദി. Turn with me, if you will, to John, the Gospel of John, the first chapter. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. And we will read verse number 45 through 51. 51 വരെ നീണ്ട ഒരു വേദഭാഗമാണ് വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ 50 വരെ. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. If you look at verse number 43, 43-ാമത്തെ വാക്യം നോക്കിയാൽ it tells us that Jesus went in search of Philip. പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, അഥവാ ഫിലിപ്പോസിനെ തേടി യേശു ഇറങ്ങിയെന്ന് കാണാം. And once he saw Philip, he said, "Follow me." അദ്ദേഹത്തെ കണ്ട ഉടനെ എന്നെ അനുഗമിക്കുക എന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു. And Philip was quite excited about this. ഫിലിപ്പോസിന് ആ ക്ഷണത്തിൽ ഭയങ്കര സന്തോഷമായി. And so he went and found his friend. താൻ പോയി തന്റെ സ്നേഹിതനെ കണ്ടുപിടിച്ചു. Now we don't know who this friend is. We know that he was a Nathaniel. നഥനിയേലാണ് ആ സ്നേഹിതനെന്ന് മാത്രമല്ല, ഈ ഒരു നഥാനിയേലാണെന്നറിയാം. Nathaniel is a title. It is not the name of a person. നഥാനിയേൽ എന്ന് പറയുന്നത് ഒരു പേരല്ല, പകരം അതൊരു പദവിയാണ്. Nathaniel is someone who is studying for priesthood of the Jewish priesthood. യഹൂദന്മാരുടെ പുരോഹിതനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെയാണ് നഥനിയേൽ എന്ന് വിളിക്കുന്നത്. He hasn't arrived to the level of priest, but he is in the training for a priest. അദ്ദേഹം ഒരു പുരോഹിതനായി മാറിയില്ല, പുരോഹിതനാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് പീരീഡില്ല. This Nathaniel most likely was Bartholomew. ബെത്തലോമിയ ആയിരിക്കണം ഈ നഥനയേൽ എന്ന് കരുതുന്നു. But we don't know for sure. സൂക്ഷ്മം പറയാൻ അറിയാനൊക്കതില്ല. But we do know this, that when Philip told this Nathaniel about Jesus, ഈ പുരോഹിതനാകാൻ പഠിക്കുന്ന നഥനിയേലിനോട് യേശുവിനെ കുറിച്ച് ഫിലിപ്പോസ് എന്ന് പറഞ്ഞു. he made a very interesting statement. ഒരു ഭയങ്കര നല്ല സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. Can any good thing come out of Nazareth? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? And then Philip did not try to defend Jesus. യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല ഒന്നും പറയാൻ ഫിലിപ്പോസും തയ്യാറായില്ല. He said, "Well, just come and see." അദ്ദേഹം പറഞ്ഞു, വന്ന് കാണും. Now, this derogatory statement was something that was used throughout all of the northern area of the Galilee. ഗലീലയുടെ വടക്കൻ ഭാഗങ്ങളിൽ മുഴുവനും പരിചയമുള്ള പരസ്യമുള്ള ചില കാര്യങ്ങളായത്. But it had its origin back many hundreds of years before. അനേക നൂറ്റാണ്ടുകൾക്ക് പുറകിലുള്ള ചില കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. At the time that Ahab was king of Israel, ആഹാബ് ഇസ്രായേലിന്റെ രാജാവായിരുന്ന കാലം, as Jehoshaphat king of Judah, യഹൂദയുടെ രാജാവായി യഹോശാഫാത്ത് ഇരിക്കുന്ന സമയം, they reached an agreement. അവർ രണ്ടുപേരും കൂടെ ഒരു ഉടമ്പടിയിൽ വന്നു. And they would begin to mine limestone or quarry limestone in a particular region. ഒരു ഏരിയയിൽ നിന്ന് അവര് ലൈംസ്റ്റോൺ എടുക്കുവാൻ കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചു. And the quarrying of this limestone continued for many generations. അത് അനേക തലമുറകളിലേക്ക് അത് കുഴിച്ചെടുക്കുന്ന ആ ഖനി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. Then when the Assyrians destroyed the kingdom of Israel, ഇസ്രായേൽ സാമ്രാജ്യം അസീരിയൻസ് വന്ന് നശിപ്പിച്ച സമയത്ത്, then the quarrying of that stone came under the control of the
Assyrians. അസീരിയൻസിന്റെ നിയന്ത്രണത്തിൽ ഈ ഖനി അകപ്പെട്ടുപോയി. But they continued the quarrying anyway. ഏതായാലും അവരെ ഈ കോറിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഖനിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. But when Babylon conquered Assyria and then also conquered Judea, യഹൂദയെയും ഇസ്രായേലിനെയും ബാബിലോൺകാർ പിടിച്ചെടുത്തപ്പോൾ then the quarrying of these limestones came to an end. ഈ കോറി നിന്നുപോയി, അല്ലെങ്കിൽ ഈ ഖനിയുടെ പ്രവർത്തനം കഴിഞ്ഞു. And what was left was sheer cliffs of the quarry and big holes in the region. ആ ഏരിയയിൽ നിന്ന് കുറെ കോൾ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് വന്ന കുറെ ഗുഹകളും കുഴികളും കുന്നുകളും മാത്രം അവിടെ അവശേഷിച്ചു. But the building material that was there, this limestone was very good, probably the best in the entire region. അന്ന് ആ റീജിയനിൽ ആ ഏരിയയിൽ ഉള്ളതിലേക്ക് ഏറ്റവും നല്ല ലൈംസ്റ്റോൺ ഇവിടെ തന്നെയായിരുന്നു, സംശയമില്ല, ചുണ്ണാമ്പുകല്ല്. When Alexander the Great conquered that region, അലക്സാണ്ടർ ചക്രവർത്തി ആ ഏരിയ പിടിച്ചെടുത്തപ്പോൾ then he began to quarry stone there once again. വീണ്ടും അദ്ദേഹം ഈ ഖനി തുറന്ന് പ്രവർത്തിപ്പിച്ചു. In order to make all of his construction projects in that region. അദ്ദേഹത്തിന്റെ പണികൾ, കെട്ടിടം പണികൾ എല്ലായിടത്തും നടക്കേണ്ടതിന് ഇവിടെ നിന്നാണ് അദ്ദേഹം ചുണ്ണാമ്പുകല്ല് എടുത്തത്. And Alexander built a tower on one of the cliffs that was overlooking the stone quarries. ഈ കല്ലുകളുടെ മുകളിലായി, ആ ഭാഗങ്ങളുടെ മുകളിലായി അലക്സാണ്ടർ വലിപ്പമുള്ള ഒരു ഗോപുരം പണിതുയർത്തുകയും ചെയ്തിരുന്നു. And this tower was called a Nats. നാക്സ് എന്നാണ് ഈ ടവറിന്റെ പേര്. And Nats meant looking tower. കാണുവാൻ യോഗ്യമുള്ള, ഉയർന്നു നോക്കാവുന്ന ദൃശ്യമായ ഒരു സ്ഥലം എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. As time progressed, a small village grew around this tower. കാലത്തിന്റെ പോക്കിൽ ആ ടവറിന്റെ വട്ടത്തിലായി ഒരു ഗ്രാമം ഉടലെടുത്തു. And the village became known as the village of the tower. ഗോപുരത്തിന്റെ ഗ്രാമം എന്ന പേരിൽ ആ ഗ്രാമം അറിയപ്പെട്ടു. The Sumerian word is Nazareth. Natsara എന്ന സമേരിയൻ വാക്കാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. So this particular region where the Nazareth is originally a stone quarry. വേറൊരു ഭാഷയിൽ നസറേത്ത് ഉൾക്കൊള്ളുന്ന ഈ സ്ഥലം മുഴുവനും ആ പഴയ കോറിയുടെ ഭാഗമാണ്. Now when the Syrians was in control of the Jews in that region, സിറിയക്കാര് ഈ ഭാഗങ്ങളുടെ മുഴുവനും ചുമതലയെടുത്തിരുന്ന സമയത്ത് they stopped the stone quarries. അവിടുന്ന് കല്ലെടുക്കുന്നത് അവർ നിർത്തിവെച്ചു. But the people still lived in the village. വീണ്ടും ആളുകൾ ആ ഗ്രാമത്തിൽ തന്നെ താമസം തുടർന്നു. And so the people of Nazareth then began to do anything they could to make a living. അവരെങ്ങനെങ്കിലും ജീവിച്ചു പോകേണ്ടതിന് നസറേത്തിലുള്ള ആളുകൾ അവരുടെ ജീവസംരക്ഷണത്തിന് വേണ്ടി ചെയ്യാവുന്നത് എന്തും ചെയ്ത് ജീവിച്ചു വന്നു. And one of the things that they did is they welcomed carcasses of animals that had been slaughtered. അവരെ ചെയ്തുകൊണ്ടിരുന്നത് മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് അതിനെ കൊന്ന് അതിന്റെ ഇറച്ചി വിൽക്കുകയോ അവരെ കൊല്ലുകയായിരുന്നു. സ്ലോട്ടർ ഹൗസ്. The bones and the aftermath of all of the of everything that when a cow was slaughtered or an ox was slaughtered, it went to Nazareth and was disposed. ചെലവാകാതെ വരുന്ന ഇറച്ചിയുടെ ഭാഗങ്ങളും മൃഗങ്ങളുടെ ഭാഗങ്ങളും അഴുക്ക് മൃഗങ്ങളും നസറേത്തിൽ കൊണ്ടേ ചെലവാക്കിക്കൊണ്ടിരുന്നത്. നസറേത്തുകാർ അത് വാങ്ങിക്കും, കാര്യം അവരിൽ വേറൊന്നുമില്ല. Now when the Romans came, റോമക്കാർ വന്നപ്പോൾ then they began to quarry stones again. വീണ്ടും ഇവിടെ നിന്ന് റോമക്കാർ കല്ല് കുഴിച്ചെടുക്കാൻ തുടങ്ങി. But by that time the entire region had been known as a collection of the refuge and a collection of garbage. പക്ഷെ അതിനോടകം ഈ സ്ഥലം വെറും അഴുക്ക് സാധനങ്ങൾ വാരിയിടുന്നവരും അഭയാർത്ഥികൾ വന്ന് പാർക്കുന്നതുമായ മലിനപ്പെട്ട താണസ്ഥലമായി അറിയപ്പെട്ടു. And at the time of Jesus, this was still the case. യേശുക്രിസ്തുവിന്റെ ജീവകാലത്തും ഇത് തന്നെയായിരുന്നു അവിടെ തുടർന്നിരുന്നത്. ഇതൊരു നശിച്ച സ്ഥലമായിരുന്നു. About 30% of the people worked in the stone quarries. 30% ആളുകൾ അവിടെയുള്ള ആ ഖനിയിൽ പ്രവർത്തിച്ചു. But another 70% worked in the refuge areas. ആ റെഫ്യൂജ് ഏരിയകളിൽ, അതായത് അഭയാർത്ഥികളുടെ ഇടയിലാണ്, അഭയാർത്ഥികളായിട്ടാണ് 70% ആളുകൾ കഴിഞ്ഞത്. And at the time of Jesus' living in this village, യേശു ഈ ഗ്രാമത്തിൽ വന്ന് ജീവിച്ചു. Then that had become the collection site for all of the garbage in the Galilee. ആ കാലത്ത് ഗലീലയിലുള്ള സകല മലിന വസ്തുക്കളും കൊണ്ട് എറിയുന്ന ഇടവും ഈ നസറേത്തായിരുന്നു. And so it was a useful service to Rome.
A useful service to the Romans. അത് റോമക്കാര് ഇത് അവരുടെ ഉപയോഗത്തിന് വേണ്ടി ഈ സ്ഥലം മലിനപദാർത്ഥങ്ങൾ ഇടാൻ ഉപയോഗിച്ചു. But it was something that became a joke for the people who lived there. പക്ഷേ അവിടെ നിൽക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന ചില പദങ്ങളായി ഇത് മാറി. Because although the people felt nothing about dumping their garbage there, കാര്യം അവിടെ എന്തോ മലിനപദാർത്ഥങ്ങൾ കൊണ്ടിട്ടാലും അവിടെ താമസിക്കുന്നവർക്ക് അതൊരു വിഷയമേ അല്ല. most of them didn't want to live there. പലർക്കും അവിടെ താമസിക്കാനേ താല്പര്യമില്ല. It's just like here in Bangalore. ബാംഗ്ലൂരിലുള്ള പോലെ തന്നെ. Can you imagine what the city would look like if there was no garbage collection? ആ ഗാർബേജ് എല്ലാം ഇവിടുന്ന് എടുത്തു മാറ്റി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പട്ടണത്തിന്റെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. You would be overwhelmed with garbage. ആ ഗാർബേജ് നമ്മുടെ മേലിൽ കൂടെ കവിഞ്ഞേനെ. And so it's not a profession that you like to brag about. ഒരിക്കലും ഇത് വാരി കളയുന്നവർ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കൊള്ളാവുന്ന ഒരു പേരല്ല. But it's one that's very necessary for the city. പക്ഷേ പട്ടണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ഈ ജോലി ചെയ്തേ തീരും. And so the joke of the entire Galilee region was, can anything good come out of Nazareth? നസറേത്തിൽ നിന്ന് ഈ അഴുക്കും ചപ്പും അല്ലാതെ നല്ലതെന്തെങ്കിലും പുറത്തു വരാൻ ഉണ്ടോ എന്ന ചോദ്യം ആ നാളുകളിൽ പരസ്യമായിരുന്നു. And because all of the garbage from all of the Galilee came there, കാര്യം ഗലീലയിലുള്ള മൊത്തം അഴുക്കും കച്ചടയും കൊണ്ടിടുന്നത് ഇവിടെയാണ്. then the diseases associated with that garbage was also there. അതുമായി ബന്ധപ്പെട്ട സകല രോഗങ്ങളും അവിടെ പരന്നിരുന്നു. And so because of lead poisoning and mercury poisoning, ലെഡും മെർക്കുറിയും ഒക്കെ വിഷങ്ങളായി അവിടെ കണ്ടു. then the area of Nazareth had the largest percentage of mental problems. മാത്രമല്ല മാനസിക രോഗികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലവും ആ ഗലീലയായിരുന്നു. They also had the largest percentage of skin problems. അവർക്ക് ത്വക്ക് രോഗങ്ങൾ അവിടെ മുഴുവനും പരന്നിരുന്നു. And so if you were from Nazareth, you didn't brag about it. അതുകൊണ്ട് നസറേത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നിങ്ങൾ നസറേത്തുകാരനാണെങ്കിൽ ആരും അതിനെക്കുറിച്ച് നല്ലതായിട്ടൊന്നും മിണ്ടത്തില്ല. Although they provided a great service. അവരെ ഒത്തിരി നല്ല സർവീസാണ് ബാക്കിയുള്ളിടത്തുനിന്ന് അഴുക്ക് വാരിക്കൊണ്ട് വരുന്നതിൽ രാജ്യത്തിന് ചെയ്തതെങ്കിലും ആരും അവരെ നല്ലവരായി കണ്ടില്ല. So much so that Emperor Caligula gave them a special honor. Emperor Caligula gave them a special honor. ചക്രവർത്തി ആ സ്ഥലത്തുള്ള ആളുകൾക്ക് പ്രത്യേക ബഹുമതികൾ കൊടുത്തിരുന്നു. കാര്യം അവരില്ലെങ്കിൽ പട്ടണം നശിച്ചു. He released them from any tax burden that was due to Rome. അവിടെയുള്ളവർക്ക് റോമിന് കരം കൊടുക്കേണ്ടാതെ വണ്ണം അവരെ കരമൊഴിവായി പ്രഖ്യാപിച്ചു. Because the service that they provided was so great. കാര്യം മറ്റുള്ളിടത്തു നിന്നുള്ള അഴുക്ക് വാരിക്കൊണ്ടുവരുന്ന സർവീസ് അവർ കൊടുത്തിരുന്നത് കൊണ്ട് അവരെ കരമൊഴിവായി പാർപ്പിച്ചു. So even though 30% still worked in the stone quarries, കോറികളിൽ ജോലി ചെയ്യുന്നവരെ 30% ഉണ്ടായിരുന്നെങ്കിലും 70% collected garbage and made refuge of the garbage. 70% ആളുകളും ഈ അഴുക്ക് വാരിക്കൊണ്ട് വരുന്നവരും അതിന്റെ കൂടെ ജോലി ചെയ്യുന്നവരുമായിരുന്നു. And so now when Philip told his friend to come see this man, ഇപ്പോഴ് ഫിലിപ്പോസ് ഇവിടെ വന്ന് തന്റെ സ്നേഹിതനോട് വന്ന് നസറേത്തിലെ യേശുവിനെ കാണാൻ പറയുമ്പോൾ, then he said the same thing anyone else would say. മറ്റാരും എപ്പോഴും പറയുന്ന അതേ പദം തന്നെ ഈ മനുഷ്യൻ നസറേത്തിലും ആരും Can any good thing come out of Nazareth? എടാ നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? Now this Nathanael was, as we said, he was a student of the priesthood. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പുരോഹിതനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് ഈ നഥാനിയേൽ. At this time, a student of the priesthood had to go through various steps. ഈ സമയത്ത് ഒരുവൻ പുരോഹിതനാകാൻ പല പടികളിൽ ഉയർന്നു വരണം. And once he went through the step of being a Nathanael, then he advanced to a Nathael. നഥാനിയേൽ എന്ന സ്ഥാനം കഴിഞ്ഞാൽ അനാഫിയേൽ എന്ന അടുത്ത സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെടും. And when he did that, then he did a special thing that the priests in Jerusalem demanded. അതിനുശേഷം യെരുശലേമിലുള്ള പുരോഹിതന്മാർ ചോദിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ അവർ ചെയ്യണം. Everyone who advanced to this next level, അടുത്ത ലെവലിലേക്ക് കയറി കഴിഞ്ഞവരൊക്കെയും, they had the privilege of spending one night in the place of Bethel where Jacob slept and saw Jacob's ladder. യാക്കോബ് ഉറങ്ങിക്കിടന്നതായ സ്ഥലത്ത് ആ കോവേണിയുടെ ദർശനം കണ്ട ഇടത്ത് ഒരു രാത്രിയിൽ പോയി താമസിക്കുവാൻ ഇവർക്ക് അനുവാദമുണ്ട്. The tree was still there that he slept under. അവന് കിടന്നുറങ്ങിയ സ്ഥലത്തൊരു മരം ഉണ്ടായിരുന്നത് ഈ കാലത്തും അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. And it had been a particular place for the priesthood to get inspiration from God, so they say.
അങ്ങനെ പണ്ടൊരു കാലത്ത് ദർശനം നടന്ന ഇടമാകയാൽ അവിടെ വന്ന് കിടന്ന് പുരോഹിതന്മാർക്ക് ദൈവത്തിങ്കിൽ നിന്നൊരു ദർശനം പ്രാപിക്കുമെന്ന വിശ്വാസത്തോടെ അവരെ അവിടെ താമസിപ്പിച്ചിരുന്നു. And the teaching at that time was that if this Nathaniel was sleeping at the place where Jacob once slept, ചരിത്രം പറയുന്നത് പണ്ടൊരിക്കൽ യാക്കോബ് കിടന്നിരുന്നതായ ആ മരത്തിന്റെ ചുവട്ടിൽ ഈ നഥാനിയേൽ വന്ന് കിടന്നു. And he had a dream of angels ascending and descending. അവനും യാക്കോബ് കണ്ടതായ അതേ ദർശനം ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. Then he would be the one that had been chosen to be a priest at the time that Messiah appears. ക്ഷമിക്കണം, അങ്ങനെ കിടക്കുമ്പോൾ അവൻ ഈ ദർശനം കണ്ടാൽ അടുത്ത പുരോഹിതനായി ഇവനെ ആയിരിക്കും നിയമിക്കുന്നത്. And when Jesus told this Nathaniel, ഈ നഥാനിയേലിനോട് യേശു ഈ ചരിത്രം പറയുമ്പോൾ he said, I saw you sitting under the tree. ഞാൻ നീ ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. Now be aware of this. ഇത് ഓർക്കുക, you indeed will see the angels ascending and descending. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് കണ്ടത്. And there will be ascending and descending upon me. എന്റെ മേൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. So in other words, he was telling this Nathaniel, വേറൊരു ഭാഷയിൽ നഥാനിയേലിനോട് ദൈവം യേശു പറഞ്ഞത്, I am Messiah. ഞാനാണ് മശിഹ. And here I am, Messiah, coming from the garbage dump of the area. ഈ ഏരിയയിൽ അഴുക്കും ചപ്പും വാരിക്കൂട്ടിയിട്ടിരിക്കുന്ന ഇടത്തു നിന്ന് കയറി വരുന്ന മശിഹയാണ് ഞാൻ. It certainly was not what they were expecting. ഒരിക്കലും അവർ പ്രതീക്ഷിച്ചതൊന്നല്ല ഈ കേട്ടത്. Messiah, he must come from Jerusalem. യെരുശലേമിൽ നിന്നായിരിക്കണം മശിഹ വരുന്നതെന്നാണ് അവർ കേട്ടിരുന്നത്. Or he must come from the Judea area. യഹൂദയുടെ ഏരിയ സ്ഥലത്ത് നിന്ന് വരണമെന്നാണ് അവർ കേട്ടിരുന്നത്. Certainly Messiah would not come from the garbage dump. നിശ്ചയമായി മശിഹ വരുന്നത് ഈ ചപ്പക്കൂട്ടിൽ നിന്ന് കുപ്പക്കൂട്ടിൽ നിന്നല്ല എന്ന് അവർ കരുതിയിരുന്നു. But from the most defiled of all places, the best of the good arose. പക്ഷേ ഏറ്റവും മലിനവും നീചവും എന്ന് എണ്ണിയിരുന്നതായി ഈ സ്ഥലത്ത് നിന്നാണ് ചരിത്രത്തിലെ ഏറ്റവും നല്ലതും വലിയതും എഴുന്നേറ്റ് വന്നത്. And from that time forward, അന്നു മുതൽ then Nathaniel became a follower of Jesus. ഈ നഥാനിയേൽ പൗരോഹിത്യം നിർത്തി യേശുവിന്റെ ശിഷ്യനായി മാറി. And he did indeed eyewitness the rise of Messiah. യേശു ക്രിസ്തുവിന്റെ ഉയർച്ചയ്ക്ക് താൻ സാക്ഷിയായി മാറി. Can any good thing come out of Nazareth? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? Those of you who may remember, we are missionaries to the Muslims in the Middle East. നിങ്ങൾ മറക്കരുത്, ഞാൻ മിഡിൽ ഈസ്റ്റിലുള്ള മുസ്ലിംസിന്റെ ഇടയിൽ മിഷണറിയാണ്. Most of our work is in Egypt and in Sudan and in Libya. ഞങ്ങളുടെ വർക്കിന്റെ നല്ലൊരു ഭാഗം ഈജിപ്തിലും സുദാനിലും ലിബിയയിലുമായിട്ടാണ് പോകുന്നത്. Because of the various revolutions in that area, it's been difficult. ആ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനേക വിപ്ലവങ്ങളുടെ കാരണത്താൽ പ്രവർത്തനങ്ങൾ അത്ര ഈസി അല്ല. But we are now going into our 26th year. 26ാമത്തെ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. And so we've seen some high places and some low places. ചില ഉയർന്ന സ്ഥലങ്ങളും ചില താഴ്ചയുള്ള സ്ഥലങ്ങളും ഞാൻ കണ്ടു. And the revolution that we experienced this past year കഴിഞ്ഞ വർഷം നടന്നതായ വിപ്ലവത്തിൽ കണ്ടത് had the low parts as well as the high points. താഴ്ചയുള്ളതും ഉയർച്ചയുള്ളതും രണ്ടും കണ്ടു. As far as the high points are concerned, ഉയർന്ന സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, for the first time in 25 years, I saw Christians come out openly and say, I am Christian. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് വലിയവരുടെ നടുവിൽ പരസ്യമായി ക്രിസ്ത്യാനികൾ പറഞ്ഞത് കഴിഞ്ഞ 25 വർഷത്തിനകം ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. Now these were not the Coptic Christians, these were Muslim converts to Christianity. ഈ പറയുന്ന ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായി അവിടെ വന്നവരല്ല, പകരം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ക്രിസ്ത്യാനികളായി മാറിയതാണ്. And over the last 12 months they have openly come out and says, I am Christian. കഴിഞ്ഞ 12 മാസങ്ങളായി അവരിത് പരസ്യമായി ഞങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. But on the low side, എന്നാൽ മറുവശത്തോട്ട് നോക്കിയാൽ persecution has intensified. പ്രതികൂലങ്ങൾ, എതിർപ്പുകൾ വളരെ വർദ്ധിച്ചു. You know, I was asked a number of times, why did this revolution happen to all of these countries this year? എന്തുകൊണ്ടാണ് ഈ വർഷം ഈ രാജ്യങ്ങളിലൊക്കെയും ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. You had Tunisia and you had Libya, you had Egypt and Sudan. ഈജിപ്തും സുദാനും ലിബിയയും മറ്റ് സ്ഥലങ്ങളിലൊക്കെ, you had Bahrain, ബഹ്റിനിൽ and Syria. സിറിയയിൽ. And so why did it all happen now? എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടാകുന്നത്? There's unrest in Yemen. യമനിൽ, and there's unrest in Iran.
ഇറാനിൽ ഇവിടെയൊക്കെയും വിപ്ലവം നടക്കുക. But I have one answer for you. എന്നാൽ എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. And I don't know if it's the right answer. ഞാൻ പറയാൻ പോകുന്ന ഉത്തരം ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But it's the one that I feel in my heart. പക്ഷെ എന്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നുന്ന മറുപടി ഇതാ. All of these countries that I mentioned to you, ഞാൻ ഈ പറഞ്ഞതായ രാജ്യങ്ങളൊക്കെയും, they were the leading persecutors of Christians in the Middle East. They led the way in persecution. അവിടെ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ ഉള്ളവർ പ്രതിസന്ധികളിലേക്ക്, ഉപദ്രവങ്ങളിലേക്ക് ക്രിസ്ത്യാനികളെ കൊണ്ടുപോയി. And so they are the ones that persecuted Christians more than any other countries in the Middle East. മിഡിൽ ഈസ്റ്റിലുള്ള വേറെ ഏതെങ്കിലും രാജ്യങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടുള്ളത് ഇവരാണ്. I've been traveling around the world for the last 25 years. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നു. I've been asking people if they will pray 5 minutes a day for the persecuted believers. ഞാൻ ഒരു ദിവസം 5 മിനിറ്റ് എങ്കിലും പീഡ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ എന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചോദിച്ചിട്ടുണ്ട്. Especially those persecuted believers in the Islamic world. ഇസ്ലാമിക് ലോകത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഇടയിലുള്ളതായ പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, and the goal was to raise 1 million people who would dedicate themselves to pray in 5 minutes a day. ഇന്ന് ഒരു ദിവസം 5 മിനിറ്റ് വീതമെങ്കിലും പ്രാർത്ഥിക്കുന്ന 10 ലക്ഷം ആളുകളെ ഉയർത്തിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു. Now when you have 1 million people praying 5 minutes a day, something's going to happen. മറക്കരുത്, 10 ലക്ഷം ആളുകൾ ഒരു ദിവസം 5 മിനിറ്റ് വീതം പ്രാർത്ഥിക്കുമെങ്കിൽ ചിലതൊക്കെ സംഭവിക്കും. So I'm not saying that God caused these revolutions. ദൈവമാണ് ഈ പ്രക്ഷോഭങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയത്തില്ല. But what I am saying is this. ഞാൻ ശ്രമിക്കുന്ന ഇതാണ്, God answers prayer. ദൈവം പ്രാർത്ഥന കേൾക്കും. And those governments have fallen. ആ ഗവൺമെന്റുകൾ വീണു. Now we will wait to see what takes their place. അടുത്തത് സ്റ്റെപ്പ് എന്ത് എന്ന് നോക്കി കാണാം. If this is the fulfillment of prophecy, ഇത് ദൈവിക പ്രവചനങ്ങളുടെ ഒരു സമാഹാരമാണ് അല്ലെങ്കിൽ നിവർത്തീകരണമാണ്, and this is the final days, ഇത് അന്ത്യനാളുകളാണ്, then we can do nothing about what's going to happen. എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. God has already established what will happen in the final days. അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്നുള്ളത് ദൈവം നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. And so what we need to pray for is that God's will be done. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ദൈവഹിതം നിവർത്തിക്കപ്പെടണമെന്ന് മാത്രമാണ്. And so we will continue to minister in the Muslim Middle East. മുസ്ലിംകളുടെ രാജ്യമായ മിഡിൽ ഈസ്റ്റുകളിൽ ഞങ്ങൾ പ്രവർത്തനം തുടരും. Until we can no longer do it. ഞങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്നത് വരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. And I will be returning in the next month to Egypt. അടുത്ത മാസം ഞാൻ വീണ്ടും ഈജിപ്തിലേക്ക് പോകുകയായിരിക്കും. To continue that work. അവിടുത്തെ പ്രവർത്തനങ്ങൾ തുടരുവാൻ. But in the Islamic Middle East, എന്നാൽ ഇസ്ലാമിക് മിഡിൽ ഈസ്റ്റിൽ, in these countries where the intense persecution was the greatest, ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളാണ് അവ. Christians were treated horribly. ക്രിസ്ത്യാനികളെ ഏറ്റവും നീചവും മോശവുമായി അവർ കൈകാര്യം ചെയ്തു. Now if you were a historical Christian, നിങ്ങൾ ചരിത്രപരമായി അറിയുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, and your family was Christian for the last 3 or 4 or 5 generations, 4-5 തലമുറകളായി നിങ്ങളുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ, then privileges were taken from you. Privileges. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ആ രാജ്യങ്ങളിൽ നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടും. But beyond that, there usually was not much persecution. അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വസ്തുവകകൾ കണ്ടുകെട്ടുമെന്നതിനേക്കാൾ കവിഞ്ഞ മറ്റു പീഡകൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാറില്ല. But if you were Muslim, എന്നാൽ നിങ്ങൾ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ, and you became a Christian, ക്രിസ്ത്യാനിയായാൽ, then you were treated with intense persecution. ഏറ്റവും വലിയ ഉപദ്രവങ്ങളാൽ അവരെ നേരിട്ടു. Let me give you an example. ഒരു ഉദാഹരണം പറയട്ടെ. It is now 12:30. 12:30 and this is January 13. ഇന്ന് ജനുവരി 13 തീയതിയാണ്. Now let's assume, all of you, if you will, assume that you are Muslim. നിങ്ങൾ മുസ്ലിങ്ങളായിരുന്നു എന്ന് ഒരു മിനിറ്റത്തേക്ക് ഒന്ന് ചുമ്മാ ചിന്തിക്കൂ. You came from a Muslim family. നിങ്ങൾ മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. Your mother and your father were Muslim. നിങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു എന്ന് ചിന്തിക്കൂ. And at 12:30 on January the 13th, ജനുവരി 13 തീയതി ഉച്ചയ്ക്ക് 12:30 you decided to accept Jesus Christ as your Savior. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ, if you were living in one of these countries, ഈ രാജ്യങ്ങളിൽ ഒന്നിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, after you accepted Christ, യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം, usually within 4 to 5 hours, 3-4 മണിക്കൂറിനകം സാധാരണഗതിയിൽ, you were turned in to the religious police.
നിങ്ങൾ അവിടുത്തെ റിലീജിയസ് പോലീസിനാൽ പിടിക്കപ്പെട്ടിരിക്കും. And the person who would turn you in would be your daughter, your son, your cousin, your neighbor, your friend. നിങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ മകളോ മകനോ നിങ്ങളുടെ സ്വന്തക്കാരൊക്കെ തന്നെയായിരിക്കും. And they would receive the equivalent of $150 for doing that. നിങ്ങളെ കാണിച്ചു കൊടുക്കുന്നതിന് അവരൊരു $150 പ്രതിഫലമായി വാങ്ങും. So your life is reduced to $150. അങ്ങനെ നിങ്ങളുടെ ജീവിതം $150 വിലയുള്ളതായി മാറി. The government then would release a certificate. അവിടുന്ന് ഗവൺമെന്റ് നിങ്ങളെ റിലീസ് ചെയ്യുന്നത് എളുപ്പമല്ല. This certificate was given to your families. ഓക്കെ, അതിനുശേഷം ഗവൺമെന്റ് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. Then the certificate was given to your family. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കുടുംബത്തിന് കൈമാറും. It had your name on it. നിങ്ങളുടെ പേര് അതിലുണ്ട്. And under your name, written in red, is enemy of Allah. അള്ളാഹയുടെ ശത്രു എന്ന് നിങ്ങളുടെ പേർ ചിത്രീകരിച്ചു. An enemy of the people of Allah. അള്ളാഹയുടെ ജനത്തിനും ഇവർ വിരോധികളായി മാറിയിരിക്കുന്നു. And you were officially pronounced dead. അങ്ങനെ നിങ്ങൾ മരിക്കുവാൻ ആ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. You lose your job immediately. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. Your bank account is confiscated. ബാങ്ക് അക്കൗണ്ട് എടുത്തു. You will never get a job as long as you live. നീ അവിടെ താമസിക്കുന്നിടത്തോളം കാലം അവിടെ ഒരു ജോലി കിട്ടും. You will never get any means of support. യാതൊരു രീതികളിലും ഒരു സഹായം എങ്ങുമൊന്നും കിട്ടത്തില്ല. Your home is confiscated. നിങ്ങളുടെ വീട് കണ്ടുകെട്ടി. Your means of transportation is confiscated. നിങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ കണ്ടുകെട്ടപ്പെട്ടു. And all that you have is taken from you. നിങ്ങൾക്കുള്ള സകലതും നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തു. And then you are tattooed on your arm or on your hand with a cross. നിങ്ങളുടെ കയ്യിലെ ഒരു കുരിശ് വരച്ചു വെച്ചു അല്ലെങ്കിൽ കെട്ടിവെച്ചു. And that tattoo indicates to all around you and all who come in contact with you that you are an enemy of Allah. ക്ഷമിക്കണം, നിങ്ങളുടെ കയ്യിലെ ഒരു കുരിശ് രൂപം പച്ച കുത്തിവെക്കും. അതോടുകൂടെ നിങ്ങൾ അള്ളാഹയുടെ ശത്രുക്കളാണ് എന്ന് എല്ലായിടത്തും എല്ലാവരും അറിഞ്ഞു. And with that mark on you, ആ മാർക്ക് നിങ്ങളുടെ ശരീരത്തുള്ളപ്പോൾ you can never go to a doctor again. ഇനി ഒരിക്കലും ഒരു ഡോക്ടറെ നിങ്ങൾക്ക് കാണാനൊക്കത്തില്ല. Because you are defiled. കാരണം നിങ്ങളുടെ കയ്യ് കാണിച്ചു തരും നിങ്ങൾ അള്ളാഹയുടെ ശത്രുവാണ്. You are the walking dead. നിങ്ങൾ ജീവനോടെ നടക്കുന്ന മരിച്ചവന്. You can never go to a pharmacy for medicine. ഒരിക്കലും ഒരു ഫാർമസിയിൽ നിന്ന് മരുന്ന് തരത്തില്ല. You can never go to a market. ഒരിക്കലും ഒരു ചന്തയിൽ കയറാനൊക്കത്തില്ല. Because you would defile the people that is there. കാര്യം നിങ്ങൾ അവിടെ ചെന്നാൽ അവർ നിങ്ങൾ മുഖേന തീണ്ടപ്പെടും. If you get sick, നിങ്ങൾ രോഗികളായാൽ you cannot go to a hospital. ഒരു ആശുപത്രിയിൽ നിങ്ങൾക്ക് പോകാനൊക്കത്തില്ല. Because you are cursed and you are cursed of Allah. നിങ്ങൾ അള്ളാഹ്ക്ക് ശത്രുവായി മാറി, നിങ്ങൾ ശപിക്കപ്പെട്ടവനായി മാറി. And then your family leaves you. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളെ വിട്ടുപോകും. Your friends, your associates leave you. നിങ്ങളുടെ സ്നേഹിതരും സ്വന്തക്കാരും മാറിപ്പോകും. And because you are the refuge of the world, കാര്യം നിങ്ങൾ ലോകത്തിൽ ഒരു പരദേശിയായി മാറി. you get the opportunity to spend the rest of your life in the garbage dump of the city. സിറ്റിക്കകത്തുള്ള ഗാർബേജ് ഡംപിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പാർക്കാൻ സാധ്യതയുള്ളൂ. The city of Cairo, Egypt has 5 garbage dumps. കൈറോ എന്ന പട്ടണത്തിൽ, ഈജിപ്തിലെ കൈറോ എന്ന പട്ടണത്തിൽ 5 ഗാർബേജ് സിറ്റികളുണ്ട്. In those 5 garbage dumps, 4 million people live. ആ 5 ഗാർബേജ് ഡംപുകളിലായിട്ട് 40 ലക്ഷം ക്രിസ്ത്യാനികൾ ജീവിക്കുന്നു. And they are there because they accepted Jesus. അവരവിടെ ആകുവാൻ കാര്യം യേശുവിനെ അംഗീകരിച്ചതാ. The water that they drink is not like this. ഞാൻ ഈ കാണിക്കുന്നത് പോലെയുള്ള വെള്ളമല്ല അവർ കുടിക്കുന്നത്. The water is as black as my pants. എന്റെ പാന്റ് പോലെ കറുത്ത വെള്ളം മാത്രമേ അവിടെ ഉള്ളൂ. It comes from the seepage from the piles of garbage. ആ ഗാർബേജിനകത്തുനിന്ന് ഒഴുകി ഇറങ്ങി വരുന്ന വെള്ളം മാത്രമേ അവർക്ക് കുടിക്കാനുള്ളൂ. The food that you eat comes from the garbage. അവർ ഭക്ഷിക്കുന്ന ആഹാരം ഗാർബേജിൽ കളയുന്നത് മാത്രമേ ഉള്ളൂ. And the clothes that you wear the same. അതുപോലെ ഗാർബേജിൽ കളഞ്ഞു കിട്ടുന്ന തുണികൾ മാത്രമേ പിന്നെ അവർക്ക് ധരിക്കാനുള്ളൂ. And this all happens to you before January 20, within 7 days. നിങ്ങൾ യേശുവിനെ അംഗീകരിച്ചത് മുതൽ 7 ദിവസത്തിനകം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. Now, if you were living in these countries and you were a Muslim, ഈ രാജ്യങ്ങളിൽ നിങ്ങൾ ജീവിച്ചിരുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ, and you knew that this would happen to you, ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ, you knew it because millions have done it before you. നിങ്ങൾക്ക് മുമ്പേ അനേകർ ഇത് അനുഭവിച്ചത് നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ അത് കണ്ടു. You would lose everything you have. നിങ്ങൾക്കുള്ള സകലതും നഷ്ടമാകും. Without a hope, not even a chance of ever
receiving anything back. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലെങ്കിലും എന്തെങ്കിലും മടക്കി കിട്ടുവാനുള്ള സകല സാധ്യതകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. And your daily life consisted of living in the garbage. നിങ്ങളുടെ ദൈനംദിന ജീവിതം ഈ ഗാർബേജിൽ മാത്രമായിരിക്കും. And your daily life consisted of continual persecution. എന്നും ഉപദ്രവം സഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാറുകയില്ല. And you knew this was the case. ഇത് ആണ് സാഹചര്യമെന്ന് അറിഞ്ഞ ശേഷം Would you still accept Jesus as your Savior today? നിങ്ങൾ യേശുവിനെ രക്ഷിതാവെന്ന് അംഗീകരിക്കുമോ? That's the decision that thousands are making in the Islamic world right now. ഇസ്ലാമിക് ലോകത്തിൽ ഇന്നും പതിനായിരങ്ങൾ ഈ തീരുമാനമാണ് എടുക്കുന്നത്. And they are making that decision. അവരെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നു. Amen. One example. ഒരു ഉദാഹരണം പറയാം. I was in Luxor, Egypt, about a year ago. ഒരു വർഷത്തിന് മുമ്പേ ഞാൻ ഈജിപ്തിലായിരുന്നു. And just as I was there, just a few days before this, an event took place. ചില ദിവസങ്ങൾക്ക് മുമ്പേ one second please. When I was in Luxor, just 2 days before, an event took place. ഇതുപോലെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുന്നമേയായിരുന്നു. There were 22 men in a അവിടെ ചെല്ലുന്നതിന് 2 ദിവസത്തിന് മുമ്പേ ഞാൻ ഇതുപോലൊരു സ്ഥലത്തായിരുന്നു. There were 22 men in a mosque praying. 22 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. And ഒരു മോസ്കിനകത്ത് 22 പേരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. In the Islamic prayers, they bow down, they prostrate, and then come back up, and they come back down. ഇസ്ലാമികൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ കുനിയുകയും നിവരുകയും ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. And in one of these times that they went down, അവരെ താവോട്ട് പോകുമ്പോൾ they came back up. അവർ തിരിച്ചെഴുന്നേൽക്കുമ്പോൾ And Jesus was standing in front of them. അവരിൽ ചിലർ കണ്ടത് യേശു അവരുടെ മുമ്പിൽ നിൽക്കുന്നതാണ്. And he stretched his hands out. തന്റെ കൈകൾ കാട്ടി. He said, I am Isa. ഞാനാണ് മശിഹ. Isa is Arabic for Jesus. Isa. ഈശ, ഞാനാണ് ഈശ അഥവാ ഞാൻ യേശുവാണ് എന്നവരോട് പറഞ്ഞു. And I did die for you on the cross. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞു. I rose from the dead. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചവരിൽ നിന്ന് ഉയർത്തു. And I am alive today. ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. What the Word of God, the Bible says of me is truth. ബൈബിൾ എന്നെ കുറിച്ച് പറയുന്നത് മുഴുവനും സത്യമാണ്. And all 22 of them accepted Jesus. ആ 22 പേരും അന്നേരത്തെ യേശുവിനെ സ്വീകരിച്ചു. Within 24 hours, 18 of them were arrested. 24 മണിക്കൂറിനകം അതിൽ 18 പേരെയും അറസ്റ്റ് ചെയ്തു. By the religious police. ആ മതത്തിന്റെ പോലീസ് വന്നു. The other 4 were killed. ബാക്കി 4 പേരെ കൊന്നുകളഞ്ഞു. The ultimate sacrifice for the man from the garbage city. ഗാർബേജ് സിറ്റിയിൽ നിന്ന് എടുക്കുന്നവരെയാണ് അവർ യാഗമായി കൊടുക്കാറുള്ളത്. The good. Okay, I'm sorry. ഇതുപോലെ ഗാർബേജ് സിറ്റിക്ക് അകത്തു പോയ നസ്രയത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് യാഗമായവനാണ് നമ്മുടെ യേശു. The ultimate inhabitant of the city of garbage, Jesus. യേശു ക്രിസ്തുവാണ് ഗാർബേജ് സിറ്റിയിൽ നിന്ന് വന്ന യഥാർത്ഥ വ്യക്തിത്വം. Today they're still accepting Jesus as their savior in the Islamic world. ഇന്നും ഇസ്ലാമിക് ലോകത്തിൽ അനേകർ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നു. And the garbage cities throughout the Middle East are becoming overrun. മിഡിൽ ഈസ്റ്റിൽ മുഴുവനുമുള്ളതായ ഗാർബേജ് സിറ്റികൾ മുഴുവനും ആളുകൾ നിറഞ്ഞു കവിയുകയാണ്. There's 5 in Cairo. കൈറോയിൽ തന്നെ 5 അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. 3 in Alexandria. അലക്സാണ്ട്രിയയിൽ 3 എണ്ണമുണ്ട്. 2 in Luxor. ലക്ഷോറിൽ 2 എണ്ണമുണ്ട്. 2 in Jeddah. ജഡ്ഡായിൽ 2 എണ്ണമുണ്ട്. 2 in Damascus. ഡമസ്കസിൽ 2 എണ്ണമുണ്ട്. And throughout the Middle East, we have 37 different places, different garbage dumps where the people live that have accepted Jesus. യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചവർക്ക് താമസിക്കുവാനുള്ള 37 ഗാർബേജ് സിറ്റികൾ ഇതുപോലെ മിഡിൽ ഈസ്റ്റിൽ മുഴുവനുമായി നമുക്കുണ്ട്. I always had the privilege of speaking to one of these groups late one night. ഒരു രാത്രിയിൽ അല്പം ലേറ്റായി ഇതുപോലുള്ള ചില ഗ്രൂപ്പുകളുമായി സംസാരിക്കുവാൻ എനിക്ക് സാധിച്ചു. Their church was not a beautiful facility like this. നിങ്ങൾക്കുള്ളതുപോലെ മനോഹരമായ ഒരു ചർച്ച് കെട്ടിടം അവർക്കില്ല. It was a hole in a pile of garbage. ഗാർബേജിന്റെ അടിവിൽ കുഴിച്ചെടുത്ത ഒരു കുഴി മാത്രമേ അതുള്ളൂ. And they were sitting on the ground. അവരെ തറയിലാണ് ഇരിക്കുന്നത്. With this slimy, black, toxic, poisonous soil. അവിടെയുള്ള മണ്ണ് തന്നെ കറുത്ത നിറമുള്ളതും വിഷാംശം നിറഞ്ഞതുമാണ്.
They have their meetings late at night. രാത്രിയിൽ വളരെ ലേറ്റ് ആയിട്ട് അവരുടെ മീറ്റിംഗുകൾ. Because if they had services in the daytime, the smell would be too much. കാരണം പകലാണ് അവരുടെ സർവീസ് നടക്കുന്നതെങ്കിൽ ഈ ഗാർബേജിൽ നിന്ന് വരുന്ന നാറ്റം ഭയങ്കരമായിരിക്കും. And also there's less security at night. മാത്രമല്ല രാത്രിയില് കാവൽക്കാർ കുറവായിരിക്കും. Because these people who accepted Jesus are held there without them having a choice. മറ്റ് രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ലാതെ ആളുകൾ ക്രിസ്ത്യാനികളായവർ അവിടെ തന്നെ കഴിഞ്ഞേ മതിയാകും. The police make sure that you can't go or come. പോലീസ് അവിടെ നിന്ന് പോകുവാൻ അവരെ അനുവദിക്കുകയില്ല, അവിടേക്ക് വേറെ ആരും ചെല്ലാനും അനുവദിക്കത്തില്ല. And so I was invited to speak at one of their groups. അവരുടെ കൊച്ചു ഗ്രൂപ്പുകളിൽ ഒന്നിൽ പ്രസംഗിക്കുവാൻ ഒരിക്കൽ എന്നെ ക്ഷണിച്ചു. And I was late that night getting there. ആ രാത്രിയിൽ ഞാൻ അല്പം താമസിച്ചും പോയി. I was running from the police. ഞാൻ പോലീസിൽ നിന്ന് ഒളിച്ചോടിയൊക്കെയാണ് ചെന്നത്. And so usually these groups have the ministry of the word first. ആദ്യമായി അവര് വചന ശുശ്രൂഷയ്ക്ക് ശ്രദ്ധിക്കുന്നതാണ് അവരുടെ പതിവ്. And then if they have not been discovered, then they'll sing. എന്നിട്ട് അവര് അന്നത്തെ വചന ശുശ്രൂഷയിൽ നിന്ന് എന്ത് മനസ്സിലാക്കി അതനുസരിച്ച് അവർ പാട്ടുപാടും. But I was late. ഓക്കെ, ആ വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ അവർ പാട്ടുപാടും. But I was late that night. ഞാൻ അന്ന് രാത്രി ലേറ്റ് ആയി പോയി. And so by the time I got there, they were already singing. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ പാട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. And so I bowed my head to go into the little hole in the garbage. ആ ഗാർബേജിനകത്തുള്ള ചെറിയ കുഴികൾക്കകത്തേക്ക് ഇറങ്ങുവാൻ ഞാൻ ഇങ്ങനെ കുനിഞ്ഞു. And there were about maybe 25 people sitting on this toxic soil. ഈ വിഷം നിറഞ്ഞതായ മണ്ണിൽ ഏതാണ്ട് 25ഓളം പേർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. And there was a man at the door waiting for me, and he was looking out to see if the police were not coming. എനിക്ക് വേണ്ടി കാത്തിരുന്നയാൾ ആ വാതിക്കൽ ഉണ്ടായിരുന്നു, പോലീസ് വരുന്നുണ്ടോ എന്നും അയാൾ നോക്കുന്നുണ്ട്. And I recognized the song that they were singing. അവർ പാടുന്ന പാട്ട് ഞാൻ ശ്രദ്ധിച്ചു. And the song that they were singing made me start crying. ആ പാട്ട് കേട്ടാൽ കരയാൻ തുടങ്ങും. Because they were singing the song, God is so good. അവർ പാടിയ പാട്ട് ദൈവം നല്ലവൻ. And I asked the man who was there, ആ നിന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചു, how can you say God is good? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ദൈവം വളരെ നല്ലവനെന്ന്? You have lost everything. നിങ്ങൾക്കുള്ള സകലതും നഷ്ടമായില്ലേ? You will never, ever get anything back. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇത് ഒരു നന്മയും തിരികെ കിട്ടത്തില്ലല്ലോ. Everything has been forfeited that it means anything to you. നിങ്ങൾക്കുണ്ടായിരുന്ന സകലതും നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടവരല്ലേ? Your friends, your family, everyone has separated you. നിങ്ങളുടെ സ്നേഹിതരും കുടുംബാംഗങ്ങളും നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളിൽ നിന്ന് പോയതല്ലേ? How can you do that? നിങ്ങൾക്ക് എങ്ങനെ ഇത് പാടാൻ കഴിയും? And he looked at me and smiled. എന്നെ നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചു. And he says, because God is good. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇത് പാടുവാൻ കാര്യം ദൈവം നല്ലത് തന്നെ. He says, God is the creator of everything. ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവ്. He made this world. ഈ സ്ഥലം ഉണ്ടാക്കിയത് അവൻ, ഈ ലോകം ഉണ്ടാക്കിയത് ദൈവമാണ്. He made the sun and the moon. താൻ തന്നെയാണ് ഈ സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചത്. He created the Nile River. നൈൽ നദി സൃഷ്ടിച്ചത് ദൈവമാണ്. He created the oceans. സമുദ്രങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ്. He is a powerful God. വളരെ ശക്തനായ ഒരു ദൈവമാണ്. But എന്നാൽ this God is with us here tonight. ആ വലിയ ദൈവം ഞങ്ങളോടുകൂടെ ഇന്ന് ഈ മണ്ണിനകത്തുണ്ട്. My God is sitting. എന്റെ ദൈവം എന്റെ കൂടെ ഇരിപ്പുണ്ട്. He's sitting in this black soil with me. ഈ കറുത്ത മണ്ണിൽ, കരിമണ്ണിൽ ദൈവം എന്റെ കൂടെ ഇരിക്കുന്നു. He drinks the black water that I drink. ഞാൻ കുടിക്കുന്ന കറുത്ത വെള്ളം എന്റെ ദൈവവും കുടിക്കുന്നു. He eats the filth that I eat. ഞാൻ എടുക്കുന്ന ഈ മോശമായ ആഹാരം എന്റെ ദൈവവും കഴിക്കുന്നു. He wears the rags that I wear. ഞാൻ ഉപയോഗിക്കുന്ന ഈ പന്ന തുണികൾ എന്റെ ദൈവം ധരിക്കുന്നു. And any God who does that, വേറെ ഏതെങ്കിലും ദൈവം ഇത് ചെയ്യുമോ? He is a good God. ഇതൊരു നല്ല ദൈവം തന്നെയാണ്. And I started thinking. ഞാൻ ഓർക്കാൻ തുടങ്ങി. And Pastor, I will say this. ഞാൻ ഇത് ഇങ്ങനെ പറയട്ടെ. That on this Sunday, ഈ ഞായറാഴ്ച, throughout Bangalore, ബാംഗ്ലൂരിൽ മുഴുവനും, there will be thousands of people ആയിരക്കണക്കിന് ആളുകൾ who cannot give up their pillow for Jesus. Their pillow. Sleeping pillow. തലവണ നഷ്ടമാകുമെന്ന് പറഞ്ഞാൽ യേശുവിനെ അംഗീകരിക്കാത്തവർ കാണും. How can they give up their life? അവരുടെ ജീവിതം ദൈവത്തിന് എന്നാ വെച്ചു കൊടുക്കാൻ?
And I looked at this man and I was just speechless. ഞാൻ ഈ മനുഷ്യനെ നോക്കി, എനിക്ക് വാക്ക് നിന്നുപോയി. And I says, is there any good thing that comes out of Nazareth? നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ഞാൻ തന്നെ ചോദിച്ചു. These people are living in their Nazareth. അവർ സാക്ഷാൽ നസ്രയത്തിൽ താമസിക്കുക. And their God is living with them. അവരുടെ ദൈവം അവരുടെ കൂടെ വസിക്കുന്നു. And he walks with them every step of the way. അവരുടെ ജീവിതത്തിന്റെ ഓരോ ചുവട്ടിലും ദൈവം അവരുടെ കൂടെ സഞ്ചരിക്കുന്നു. Many of them die in those conditions. ആ സാഹചര്യങ്ങളിൽ അനേകർ മരിച്ചു. When there is death, അവരെ മരണത്തോടെടുക്കുമ്പോൾ the bodies are just thrown into the piles of garbage. ആ ഗാർബേജിനകത്ത് തന്നെ അവരുടെ ശവവും വലിച്ചെറിയും. The government does not allow the drilling of wells. ആഭരണങ്ങൾ ധരിക്കുവാൻ ഗവൺമെന്റ് അവരെ അനുവദിക്കില്ല. കിണർ കുഴിക്കാൻ ഗവൺമെന്റ് അവരെ അനുവദിക്കില്ല. And so the only water they had was out of the seepage. അതുകൊണ്ട് ഈ ഗാർബേജിനകത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളം മാത്രമേ കുടിക്കാനൊക്കത്തുള്ളൂ. But the Lord provided a miracle for us. പക്ഷേ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. I tried for many years to bring water into the garbage cities. ആ ഗാർബേജ് സിറ്റികൾക്കകത്ത് വെള്ളം കൊണ്ട് കൊടുക്കുവാൻ ഒരു ശ്രമം ഞാൻ നാളുകളായി ചെയ്തു വരികയായിരുന്നു. I was always denied. ഒരിക്കലും എനിക്ക് അനുവാദം ലഭിച്ചില്ല. But then a miracle took place. എന്നാൽ ഒരു അത്ഭുതം നടന്നു. You remember when the Olympic Games were in Atlanta? അറ്റ്ലാന്റയിൽ ഒളിമ്പിക് ഗെയിംസ് നടക്കുമ്പോൾ, well, I had a doctor's appointment that day in Atlanta. അറ്റ്ലാന്റയിൽ എനിക്ക് അന്നൊരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. I thought it was that day. അന്നാണെന്ന് ഞാൻ കരുതുന്നു. But actually my appointment was the following day. പക്ഷേ സത്യത്തിൽ എന്റെ അപ്പോയിന്റ്മെന്റ് അടുത്ത ദിവസമായിരുന്നു. So I was very angry with myself because I drove to Atlanta with all of this traffic and I didn't need to. എനിക്ക് ആവശ്യമില്ലാത്ത പ്രശ്നമെല്ലാം എടുത്തുകൊണ്ട് ഞാൻ അവിടെ അറ്റ്ലാന്റ വരെ ഓടിച്ചു പോയതിനകത്ത് എനിക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. And so as I was driving, I saw a car parked on the side of the road. ഞാൻ പോകുന്ന വഴിയിൽ ഒരു കാർ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന, and it was a woman. ഒരു സ്ത്രീ ആയിരുന്നു അതിൽ. And she had a flat tire. അവിടെ ടയർ പഞ്ചറായി പോയി. She had no idea how to change it. എങ്ങനെയാണ് ടയർ ചേഞ്ച് ചെയ്യേണ്ടത് നമുക്കറിയാൻ വയ്യ. So I stopped and helped her change the tire. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി അവളെ ടയർ ചേഞ്ച് ചെയ്യാൻ സഹായിച്ചു. And as we were talking, ഞങ്ങൾ സംസാരിക്കുമ്പോൾ she said she was a member of the Egyptian lacrosse Olympic team. ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരു ഒളിമ്പിക് ടീമിന്റെ മെമ്പർ ആയിരുന്നു അവൾ എന്നറിഞ്ഞു. And she says, my father is here. I'd like to introduce you to my father. അവൾ പറഞ്ഞു, എന്റെ അപ്പൻ ഇവിടെയുണ്ട്, അപ്പനുമായി നിന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നു. I said, oh, okay. അങ്ങനെയാട്ടെന്ന് പറഞ്ഞു. So we went to a service station, got another tire, then we drove over to the hotel. ഞങ്ങൾ അടുത്ത പെട്രോൾ പമ്പിൽ പോയി വേറൊരു ടയർ വാങ്ങിച്ചു, കൊണ്ടുപോയി പണ്ടിക്കിട്ടു, ഹോട്ടലിലേക്ക് പോയി. It was the Ritz-Carlton Hotel. ഓക്കെ, ഒരു നല്ലൊരു ഹോട്ടലായിരുന്നു, എനിക്ക് പേരറിയത്തില്ല. And കാൾട്ടൺ ഹോട്ടൽ. ഓക്കെ. And he owned the hotel. ആ ഹോട്ടലിന്റെ ഉടമയും കൂടെ ആയിരുന്നു അദ്ദേഹം. And not only that, he owned 11 more of them in America. I think Sunil will do better for you and okay. Let me sit down and enjoy. So her father owned the hotel and 11 more in America. ആ സഹോദരിയുടെ പിതാവ് ആ ഹോട്ടൽ മാത്രമല്ല മറ്റ് 11 ഹോട്ടലും കൂടെ അവരുടെ സ്വന്തമായിരുന്നു. He also owned Arabco. അരാബ്കോ എന്നുള്ള ഒരു കമ്പനിയും അവർക്ക് സ്വന്തമായിരുന്നു. The largest Arabic oil company in the world. ലോകത്തിലേക്കും ഏറ്റവും വലിയ ഓയിൽ കമ്പനിയാണത്. He was also the leader of OPEC. ഒപെക്കിന്റെ നേതാവായിരുന്നു. He was the senior parliamentarian for the government of Egypt. ഈജിപ്ത് സർക്കാരിൽ ഏറ്റവും വലിയ ഒരു പാർലമെന്റേറിയനായി താൻ ജോലി ചെയ്തു വന്നു. And he was the minister of industry of Egypt. ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായി ഈജിപ്തിൽ താൻ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു. And he says, because you helped my daughter, എന്റെ മകളെ നീ സഹായിച്ചതുകൊണ്ട്, you are my friend for life. ഇനിയും എന്റെ ആയുഷ്കാലം മുഴുവൻ നീ എന്റെ സ്നേഹിതനായിരിക്കും. And anything you want in Egypt, you have. ഈജിപ്തിൽ നിനക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം. So I says, I have a few things. ഞാൻ പറഞ്ഞു, എനിക്കൊരു ചില ആവശ്യങ്ങൾ പറയുവാനുണ്ട്. So shortly thereafter, we began to deliver water into the garbage city. അങ്ങനെ ചില നാളുകൾക്കകം ആ ഗാർബേജ് സിറ്റിയിൽ പാർത്തു വരുന്ന ക്രിസ്ത്യാനികൾക്ക് വെള്ളം നൽകുവാൻ ഒരു മുഖാന്തരമുണ്ടായി. And we were delivering 390,000 liters of water in bottles like this each month. എല്ലാ മാസവും 3,90,000 ലിറ്റർ വെള്ളം എല്ലാ
മാസവും എവറി ഡേ every month. എല്ലാ മാസവും നൽകുവാൻ ഇടയായി തീർന്നു. And that continued until the revolution. അത് മറ്റൊരു വലിയ ഒരു സംഭവമായി മാറി. Did that lead to the revolution? No, that continued until the revolution. അത് ഈ കഴിഞ്ഞ റെവല്യൂഷൻ സമയം വരെ ഈ വെള്ളം കൊടുക്കുവാൻ ഇടയായി തീർന്നു. And then when the revolution took place last year, our delivery of water stopped. കഴിഞ്ഞ പ്രാവശ്യം ആ റെവല്യൂഷൻ നടന്നപ്പോൾ, വിപ്ലവം നടന്നപ്പോൾ ആ വെള്ളം നൽകുന്നതും നിൽക്കുവാനിടയായി. And so I was very discouraged with that. അത് വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു പ്രയാസമായിരുന്നു. But the new minister of industry says, I have another proposal for you. ഇപ്പോൾ വന്നിരിക്കുന്ന ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പറഞ്ഞു, എനിക്കൊരു പുതിയൊരു ആശയം പറയുവാനുണ്ട്. You will not be able to bring trucks of water into the garbage cities anymore. ഇനിയും ട്രക്കുകൾ നിറച്ചോ വെള്ളത്തിന്റെ കുപ്പികൾ ഈ ഗാർബേജ് സിറ്റിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. പക്ഷേ But you can purchase water purification machines and put them in here. നിങ്ങൾക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന മെഷീൻ വാങ്ങിച്ച് ഈ ഗാർബേജ് സിറ്റിയിൽ നിങ്ങൾക്ക് വെക്കുവാൻ സാധിക്കും. And so we began to purchase these machines from Germany. അങ്ങനെ ജർമ്മനിയിൽ നിന്നും ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന മെഷീൻസ് ഞങ്ങൾ വാങ്ങിച്ചു. And they make the water 98% pure. വെള്ളം 98% ശുദ്ധീകരണത്തിൽ കൂടെ അത് ചെയ്യും. And so the water filtering and the water purification machines cost $3,000 each. ഓരോ മെഷീനും $3,000 ആണ് വില. But with the contact that I had in Germany, ജർമ്മനിയിൽ ദൈവം എനിക്ക് തന്ന കോണ്ടാക്ട് നിമിത്തം we bought them for $500 a piece. $500 ഓരോ പീസും ലഭ്യമാകുവാൻ ഇടയായി തീർന്നു. So this year, അതുകൊണ്ട് ഈ വർഷം we placed 60 of those machines in the garbage cities. ഗാർബേജ് പട്ടണങ്ങളിൽ 60 മെഷീൻ വയ്ക്കുവാൻ ഞങ്ങൾക്കിടയായി. And each one of the machines will purify and provide 1,200 liters each day. ഓരോ ദിവസവും 1200 ലിറ്റർ വെള്ളം നൽകുവാൻ ഓരോ മെഷീനും കപ്പാസിറ്റി ഉണ്ട്. So now we're delivering twice as much water as we did before. ഞങ്ങൾ പണ്ട് ചെയ്തതിനേക്കാൾ ഇരട്ടി അളവിൽ വെള്ളം നൽകുവാൻ ഇന്ന് ഞങ്ങളുടെ കരങ്ങളിൽ ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. And we hope this year to place another 100. അടുത്തൊരു 100 കൂടെ മെഷീൻസ് ഈ വർഷം വയ്ക്കുവാൻ കർത്താവിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. But the revolution provided some very negative things, though. പക്ഷേ ആ വിപ്ലവത്തിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിപ്ലവങ്ങളിൽ നമുക്ക് അനുകൂലമല്ലാത്ത ചില കാര്യങ്ങളും നടന്നതിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. During the disturbance in Cairo, കൈറോയിൽ നടന്ന ആ വിപ്ലവത്തിൽ President Mubarak pulled back the police that were guarding the garbage ഈ cities. ഗാർബേജ് സിറ്റി കാത്തു സൂക്ഷിച്ചിരുന്ന പോലീസുകാരെ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന മുബാറക് അവിടെ നിന്ന് പിൻവലിച്ചു. And those were pulled back to help guard the administrative buildings. അവരുടെ ഭരണം നോക്കി വരുന്ന കെട്ടിടങ്ങൾ സൂക്ഷിക്കുവാൻ ഈ പോലീസുകാരെ താൻ പിൻവലിച്ചു. And so this left the garbage cities open. അതുകൊണ്ട് ഈ ഗാർബേജ് സിറ്റീസ് മറ്റുള്ളവർക്ക് അകത്ത് പ്രവേശിക്കുവാനും അകത്തുള്ളവർക്ക് പുറത്തേക്ക് പോകുവാനും സാധ്യതകൾ നൽകി. So in one part it was good because now the people had no police to hold them in. ഒരു രീതിയിൽ അത് നന്നായി. കാര്യം ഇവരെ സൂക്ഷിക്കുവാൻ, അതിന്റെ അകത്ത് ബന്ധിതരായി സൂക്ഷിക്കുവാൻ പോലീസിന്റെ കാവലില്ല എന്നുള്ളത് സത്യമാണ്. But on the other hand it was bad because there was no police to keep out the terrorist. മറുവശം ഇവരെ ജീവനോടെ സൂക്ഷിക്കുവാൻ ഇതുവരെ അവരെ സഹായിച്ച പോലീസുകാര് മാറിയപ്പോൾ ടെററിസ്റ്റ് അതിന്റെ അകത്തേക്ക് കടക്കുവാനിടയായി. So more than 50,000 fled the garbage cities. അതുകൊണ്ട് 50,000-ലധികം ആൾക്കാർ ഈ ഗാർബേജ് സിറ്റികൾ വിട്ടുപോയി. But they didn't know where to go. എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് അറിയത്തില്ല. They fled to the borders of Sinai, Sudan and Libya. സുദാൻ, ലിബിയ, വ്യത്യസ്ത രാജ്യങ്ങളുടെ ബോർഡർ പ്രദേശങ്ങളിലേക്ക് അവർ പോകുവാനിടയായി. When they got to the border, ആ ബോർഡർ പ്രദേശത്ത് ചെന്നപ്പോൾ those governments would not let them in. ആ ഗവൺമെന്റുകൾ ഇവരെ ആ രാജ്യത്തിലേക്ക് അനുവദിച്ചില്ല. And the Egyptians would not let them come back. ഈജിപ്ഷ്യൻ പട്ടാളവും അവിടുത്തെ സൈന്യവും ഇവരെ മടക്കി ആ രാജ്യത്തേക്ക് വരുവാനും സമ്മതിക്കുന്നില്ല. So across the border from Libya and Sudan and Sinai, there's 50,000 Christians who were trapped. അതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ, സുദാൻ, ലിബിയ, സിനായ്, വ്യത്യസ്ത രാജ്യങ്ങളുടെ ആ ബോർഡറുകളിൽ 50,000-ലധികം ക്രിസ്ത്യാനികൾ എങ്ങും പോകുവാൻ കഴിയാത്തവരായി കഴിഞ്ഞുകൂടുന്നു. They couldn't move forward, they could not go back. അവർക്ക് മുൻപോട്ടും പോകുവാൻ വയ്യ, പുറകോട്ടും പോകുവാൻ വയ്യ. They had no water, no food, no shelter. അവിടെ അവർക്ക് ആഹാരമില്ല, അവർക്ക് അവിടെ വെള്ളമില്ല, അവർക്ക് അവിടെ താമസിക്കുവാൻ സൗകര്യങ്ങളുമില്ല.
The European Red Cross went down to try to help as much as they could. യൂറോപ്യൻ റെഡ് ക്രോസിലുള്ളവർ അവിടെ അവരെ സഹായിക്കുവാൻ പരിശ്രമിച്ചു. We went down there and tried to help them. ഞങ്ങൾ സഹായിക്കുവാൻ പരിശ്രമിച്ചു. But the temperature would go up to 44, 45 degrees. 44-45 ഡിഗ്രി വരെ അവിടെ ചൂടുകാലത്ത് ടെമ്പറേച്ചർ വർദ്ധിച്ചു വരും. With no shelter. പക്ഷേ വെയിലിൽ നിന്ന് ഒളിച്ചിരിക്കുവാൻ തണൽ പോലുമില്ല. And thousands of children were dying. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. And so that was one of the negatives of the revolution. ഈ വിപ്ലവം നടന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ദോഷവശവുമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. That tragedy was relieved only about 2 months ago. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപേ അതിന്റെ അകത്തുനിന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ടായി. The government allowed some more Red Cross workers and Red Crescent workers in, and that we were allowed to take them out of the country. ഗവൺമെന്റ് റെഡ് ക്രോസിനെയും റെഡ് ക്രെസന്റിന്റെയും ചില ആൾക്കാർ അവിടെ വരുവാനും ചിലരെ അവിടെ നിന്ന് രക്ഷിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ മുഖാന്തരങ്ങൾ ഒരുക്കി തന്നു. We led them into refugee camps in Chad and in Sudan. സുഡാനിലും ചാഡിലും ഈ രാജ്യങ്ങളിൽ റെഫ്യൂജി ക്യാമ്പ്സിലേക്ക് അവരെ മാറ്റുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായി. Also because there was no security at the garbage cities anymore. ഈ ഗാർബേജ് സിറ്റികളിൽ പോലീസുകാർ അവരെ കാവൽ ചെയ്യുവാൻ ഇല്ലാത്തതിനാൽ Then the Islamic fundamentalists took advantage of that. ഈ ഇസ്ലാമിക് തീവ്രവാദികൾ അങ്ങോട്ട് കയറുവാൻ അവർക്കൊരു അവസരം ലഭിച്ചു. And they went into the garbage city with അവർ guns. ഗാർബേജ് സിറ്റിയിൽ തോക്കുമായി കടന്നു. The people had no way to protect themselves against their guns. ഈ തോക്കുകൾ ഈ വെടി അവരെ അതിൽ നിന്നും അവരെ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്തവരായി. And 447 were killed within 1 hour. ഒരു മണിക്കൂറും കൊണ്ട് 447 ക്രിസ്ത്യാനികളെ ഇവർ കൊന്നുകളഞ്ഞു. And over 1,000 were killed before the day was over. ആ ദിവസം കഴിയുന്നതിനോടകം ഈ ഒരു മണിക്കൂറും കൊണ്ട് 447 പേരെ കൊന്നെങ്കിൽ ആ ദിവസം കഴിയുന്നതിനോടകം 1000-ലധികം ആൾക്കാർ ആ വെടിയുടെ മുൻപിൽ മരിക്കുവാനിടയായി. So even though there's a certain sense of liberty because they're not being confined, അവർക്ക് അവിടെ തന്നെ താമസിക്കണം എന്നുള്ളൊരു നിർബന്ധം ഇന്ന് അവർക്കില്ലെങ്കിൽ പോലും they're still under persecution. ഇന്നും അവർ പീഡനത്തിന്റെ കീഴിലാണ്. And they still need your prayers. അവർ ഇന്നും നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. Jesus cares about those at the garbage. ആ ഗാർബേജ് സിറ്റിയിലുള്ളവർക്ക് വേണ്ടി എന്റെ യേശു ഇന്ന് കരയുന്നു. Jesus lived in the city of the garbage. യേശുവും ഏറ്റവും താണ ഒരു നസ്രത്ത് പട്ടണത്തിലാണ്. Jesus could relate to the smell. അന്നുള്ള ആ നാറ്റം യേശുവിന് മനസ്സിലാകും. Jesus could relate to the continual caravans of garbage coming into their city. ഓരോ ദിവസവും ആ പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്ന ആ മലിന വസ്തുക്കൾ അതിന്റെ അനുഭവം യേശുവിന് പുതുതല്ല. Jesus could relate to the bad names that were called him. അവിടെ അവരെ വിളിക്കുന്ന അഴുക്ക് ഭാഷയും അവരുടെ ഭാഷകൾ യേശുവിന് പുതുതല്ല. And to the contempt that was given to him. അവർ അനുഭവിക്കുന്ന നിന്ദയും ലജ്ജയും യേശുവിന് പുതുതല്ല. And here was Jesus, the King of Kings. രാജാധിരാജാവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, and the Lord of Lords, കർത്താവായ യേശുക്രിസ്തു was now a joke. ഇപ്പോൾ വെറും ഒരു നിന്ദാവിഷയമായി. Can anything good come out of Nazareth? നസ്രയത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ? But Jesus, our King, പക്ഷേ നമ്മുടെ രാജാവായ യേശു wanted us to know today ഇന്ന് പകൽക്കാലം നമ്മളൊരു വസ്തുത തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നു. that he will reach down to the furthest depths. ഏറ്റവും ആഴമേറിയ പൊട്ടക്കിണറിന്റെ അനുഭവത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. To save anyone ആരെയും രക്ഷിക്കുവാൻ കഴിയും who calls on his name. കാര്യം അവൻ അനുഭവിച്ചു. Now this afternoon, ഇന്ന് ഉച്ച സമയത്ത് look at your life. നിങ്ങളുടെ ജീവിതം ശോധന ചെയ്യുക. You may not be living in a physical garbage dump. ഒരു പക്ഷേ നിങ്ങൾ ഈജിപ്തിലുള്ളവരുടെ കൂട്ടൊരു ഗാർബേജ് സിറ്റിയിൽ അല്ലായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾ. You may not have a tattoo on your hand. നിങ്ങളുടെ കയ്യിൽ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നത് പോലെ മാറ്റി താമസിക്കുന്നത് പോലെ പച്ചകുത്തി അനുഭവമില്ലായിരിക്കും. Your food may not be coming from the garbage. ഒരു പക്ഷേ നിങ്ങളുടെ ആഹാരം നാറുന്നതല്ലായിരിക്കും. But your life, you feel, is filled with garbage. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇതേ അനുഭവത്തിൽ നാറുന്ന അവസ്ഥയിലാണെങ്കിൽ, things that you have done or said in the past, you can't seem to get rid of them. നിങ്ങളുടെ അകത്ത്
പണ്ടത്തെ ഓർമ്മകൾ, നിങ്ങളുടെ ഭാഷാശൈലി, നിങ്ങളുടെ ജീവിതശൈലി, അത് നിങ്ങൾക്ക് പിരിയുവാൻ നിങ്ങളുടെ ഓർമ്മകൾ സമ്മതിക്കുന്നില്ലെങ്കിൽ, and with each passing day, ഓരോ ദിവസം കഴിയുമ്പോൾ it becomes even more intense, ഓരോ ദിവസം അതിന്റെ ഭാരം വർദ്ധിച്ചു വരുന്നെങ്കിൽ, and it corrupts you inside, നിങ്ങളുടെ അകത്ത് അത് വലിയ ഭാരം നൽകുന്നെങ്കിൽ, fills you full of poison നിങ്ങളുടെ അകത്ത് വലിയ വിഷം നിറയുന്നത് പോലെ നിങ്ങൾക്ക് പ്രയാസം and അനുഭവിക്കപ്പെടുന്നെങ്കിൽ, bitterness, കയ്പിന്റെ അനുഭവം, until you feel like you're filled with garbage. അകത്ത് എല്ലാ മലിന വസ്തുക്കളും തിങ്ങി നിറയുന്നത് പോലെ ഭാരം നിങ്ങളുടെ ഉള്ളിൽ വരുന്നെങ്കിൽ, And you say, Pastor, you don't understand. പാസ്റ്റർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. You tell your friends that you don't understand what I'm going through. എന്റെ സ്നേഹിതരോട് പറഞ്ഞാൽ അവരൊരിക്കലും എന്റെ അനുഭവം മനസ്സിലാക്കുകയില്ല. My situation is beyond help. എന്റെ സാഹചര്യത്തിൽ ആർക്കും എന്നെ സഹായിക്കുവാൻ സാധിക്കുകയില്ല. Know today ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, that Jesus has been there. യേശു നമ്മുടെ സകല ബലഹീനതയിലും തുണനിൽക്കുവാൻ സകലത്തിലും നമ്മളെ പോലെ കഷ്ടത അനുഭവിച്ച ഒരു യേശുവിനെയാണ് ഇന്ന് നമ്മൾ സേവിക്കുന്നത്. He knows your circumstances. നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയുന്നവൻ. He knows what caused the bitterness. നിങ്ങളുടെ കയ്പിന്റെ ഉറവിടമെന്ത് എന്ന് വാസ്തവമായി അറിയാവുന്നവൻ. He knows what is causing the putrefying garbage in your life. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ നാറ്റം വമിക്കുന്ന അനുഭവം വരുവാൻ കാരണമെന്ത് എന്ന് കാരണങ്ങൾ അറിയാവുന്ന കർത്താവ്. And he's waiting for you to give it to him. ഇന്ന് നിങ്ങൾ അവന്റെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതം വലിച്ചെറിയുവാൻ യേശു ആഗ്രഹിക്കുന്നു. So give it to Jesus. യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. Let him take it from you. നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ ജീവിതം എന്റെ കർത്താവ് ഏറ്റെടുക്കട്ടെ. Because he's been there. കാര്യം യേശു സകലതും അനുഭവിച്ചു. ഹല്ലേലൂയ.